ഹായ് കൊമേഴ്സ് മാത്സുകാർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സോ +1 കൊമേഴ്സ് മാത്സിലെ സ്റ്റുഡൻസിന് നാളെ വൈകിട്ട് 7 മണിക്ക്, കൃത്യം 7 മണിക്ക്, അതായത് 5-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നമ്മളൊരു യൂട്യൂബ് ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാനും നിങ്ങളുടെ സ്വന്തം ഷാമിൽ സാറുമാണ് ലൈവിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി എല്ലാവരും നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. സോ അതിന് മുൻപായിട്ട് ഒരു 2 ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഇതാണ് നമ്മുടെ 2 ചോദ്യങ്ങൾ. സെറ്റിൽ നിന്നും റിലേഷനിൽ നിന്നുമാണ്. സെറ്റും റിലേഷനും ഒന്ന് സെറ്റാക്കിയിട്ട് ബാക്കി നമുക്ക് നാളെ പറയാം. ഓക്കെ, സോ A ഇന്റർസെക്ഷൻ A കോംപ്ലിമെന്റ് ഈക്വൽ ടു, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് A ഇന്റർസെക്ഷൻ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് ആണെന്ന് അറിഞ്ഞൂടേടാ. എയും A കോംപ്ലിമെന്റും കൂടെ കോമൺ ആയിട്ട് പ്രത്യേകിച്ച് എലമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. സോ എന്ത് പറയാം, നമുക്ക് നൾ സെറ്റ് ആണെന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ? യൂണിവേഴ്സൽ സെറ്റ് ഈക്വൽ ടു 1 2 3 4 5 6, A ഈക്വൽ ടു 2 3 4, B ഈക്വൽ ടു 2 3 4 6. Then verify that A intersection B whole complement ഈക്വൽ ടു A complement intersection B complement. ഇതെങ്ങനെയാ ചെയ്യുക? ഈ പറയുന്ന സാധനത്തിന് നമ്മളൊരു പേരിട്ട് വിളിക്കാറുണ്ട്. ഡി മോർഗൻസ് ലോ എന്നാണ് ഇതിനെ വിളിക്കുന്നത് മക്കളെ. വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിച്ചു തരട്ടെ. ഒന്ന് നോക്കിയടാ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? A ഇന്റർസെക്ഷൻ B ആണ് കേട്ടോ. എന്താണ് A ഇന്റർസെക്ഷൻ B? A ഇന്റർസെക്ഷൻ B എന്ന് പറയുമ്പോൾ നമുക്കതിന് ഇങ്ങനെ എഴുതിക്കൂടെടാ. എയിലെയും ബിയിലെയും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 വരുന്നുണ്ട്, ദെൻ 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട് അല്ലേ? സോ ഇനി എന്താണ് എനിക്ക് LHS വേണ്ടത്? A ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് വേണമല്ലേ? സോ ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞത് യൂണിവേഴ്സൽ സെറ്റിന്ന് A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സ് കളഞ്ഞ് യൂണിവേഴ്സലിലെ ബാക്കിയുള്ള എലമെന്റ്സ് എഴുതിയാൽ മതി. സോ യു മൈനസ് A ഇന്റർസെക്ഷൻ B ചെയ്താൽ മതി അല്ലേ? സോ എന്തായിരിക്കും വരുന്നത്? യൂണിവേഴ്സലിൽ നിന്ന് ഈ 2 3 4 കളഞ്ഞാൽ ബാക്കി വരുന്നത് സെറ്റ് 1 5 6 ആയിരിക്കില്ലേടാ? യെസ്. ഓക്കെ, ഇതാണ് നമ്മുടെ LHS എന്ന് പറയുന്നത്. ഇനി RHS ഒന്ന് നോക്കിയാലോ. RHS പാർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാ കിടക്കുന്നത്? A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. സോ ആദ്യമേ തന്നെ നമുക്ക് A കോംപ്ലിമെന്റ് എന്താണെന്ന് പറഞ്ഞാലോ. A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? U മൈനസ് A ആണല്ലേ. യൂണിവേഴ്സലിൽ നിന്ന് A കളഞ്ഞ് ബാക്കി യുവിലുള്ളത് എഴുതുക. സോ U മൈനസ് A എന്ന് പറയുന്നത് എന്താണ്? A 2 3 4 കളഞ്ഞാൽ മതിയില്ലേ? സോ എന്തായിരിക്കും വരുന്നത്? 1 വരും, അതുപോലെ തന്നെ 5 വരുന്നുണ്ട്, ദെൻ 6 വരുന്നുണ്ട്. അതാണ് A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് B കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്? B കോംപ്ലിമെന്റും ആവശ്യമാണല്ലോ അല്ലേ? B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 2 3 4 6 ആണ്. അതിലൊഴിച്ചാൽ ബാക്കി വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് 1 വരുന്നുണ്ട്, 5 വരുന്നുണ്ട് അല്ലേ? യെസ്. ഇനി RHSലെ ഓപ്പറേഷൻ എന്താടാ? യൂണിയൻ അല്ലേ? സോ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവരെ തമ്മിൽ യൂണിയൻ എടുക്കണം. ഇവരെ തമ്മിൽ യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും കൂടെ നിരത്തി പിടിച്ചങ്ങോട്ട് എഴുതുക, വേറെ ഒന്നുമില്ല. സോ എന്ത് ചെയ്താൽ മതി നമുക്ക്? സെറ്റ് ഓഫ് ഓൾ 1 5 6. റെപ്പറ്റീഷൻ വേണ്ട മക്കളെ, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി ഒരു എലമെന്റ്. ഒന്ന് നോക്കിയേടാ, നമ്മുടെ RHSഉം LHSഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് നോക്കിയേടാ, രണ്ടും സെയിം അല്ലേ? അപ്പൊ എന്ത് കിട്ടി നമുക്ക്? A ഇന്റർസെക്ഷൻ B ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. സെറ്റ് അല്ലേടാ? ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് വരാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പാണ് സാർ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി റിലേഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് മക്കളെ. ലെറ്റ് A ഈക്വൽ ടു X such that X is a prime number less than 6, B equal to set of 5, 6. Write A in roster form. A എന്ന് പറയുന്നത് റോസ്റ്റർ ഫോമിൽ എഴുതണം എന്നാണ് പറയുന്നത്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. A ഈക്വൽ ടു, അവർ തന്നിരിക്കുന്നത് ഒരു ബിൽഡപ്പ് ഒക്കെ ഇട്ട് സെറ്റ് ബിൽഡർ ഫോമിലല്ലേ. സോ അതിനെ റോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് എലമെന്റ്സ് ഒക്കെ നിരത്തി പിടിച്ച് കോമിട്ട് എഴുതുക അല്ലേ? സോ ഒന്ന് ചെയ്തേടാ. പ്രൈം നമ്പേഴ്സ് എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാലോ, 2 നിന്നാണല്ലേ. സോ 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, ദെൻ 5 വരുന്നുണ്ട് അല്ലേ? യെസ്. സോ ഇതാണ് എന്ത് വരുന്നത്? എയുടെ റോസ്റ്റർ ഫോം വരുന്നത്. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി B ക്വസ്റ്റ്യൻ എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് നോക്കാലോ. യെസ്, A ക്രോസ് B വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ A ക്രോസ് B അറിയാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെയാണ് A ക്രോസ് B കണ്ടുപിടിക്കുന്നത് നോക്കാലോ. A എന്ന് പറയുന്നത് എന്താടാ? 2 3 5 അല്ലേ? B എന്ന് പറയുന്നത് 5, 6 ആണ് അല്ലേ? സോ A ക്രോസ് B ദാറ്റ് ഈസ് ഈക്വൽ ടു, എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും മക്കളെ, ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതണം. അതായത് ഫസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള 2 എഴുതി, അതിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള 5 എഴുതിയിട്ടുണ്ട്, 2, 5 എഴുതി, ദെൻ എന്താണ് 2, 6 എഴുതിയിട്ടുണ്ട്. ഫൈൻ.
ദെൻ ഇതേപോലെ തന്നെ 3,5 എഴുതാൻ പറ്റും, 3,6 എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഓരോ എലമെന്റ്സ് എല്ലാ പെയറുകളും വേണം കേട്ടോ. ഒരെണ്ണം പോലും മിസ്സായി പോവല്ലേ, മാർക്ക് വെറുതെ കളയാൻ പറ്റില്ലല്ലോ നമുക്ക്. യെസ്, 3,6 എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് എന്തും കൂടെ ഉണ്ട്, 5,5 ഉണ്ട്, 5,6 ഉണ്ട്. സോ ഇതായിരിക്കും എന്ത് വരുന്നേ, നമ്മുടെ A ക്രോസ് B വരുന്നേ. കഴിഞ്ഞോ നമ്മുടെ ചോദ്യം? ഇല്ലടാ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. അത് കാണുമ്പോൾ ചെറിയ ആളൊക്കെയാണ്, പക്ഷെ ഭീകരനാണ്, സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. റൈറ്റ് ദ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഫ്രം A to B. എയിൽ നിന്ന് ബിയിലേക്ക് നിങ്ങൾക്ക് എത്ര റിലേഷൻ അങ്ങോട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പറയും, നമ്പർ ഓഫ് റിലേഷൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മുടെ ഫോർമുല വരുന്നത് എന്താടാ, 2/mn എന്നാണ് കേട്ടോ. 2/mn. ഈ m എന്ന് പറയുന്നത് നമ്മുടെ എയിലെ മെമ്പേഴ്സിന്റെ എണ്ണവും n എന്ന് പറയുന്നത് ബിയിലെ മെമ്പേഴ്സിന്റെ എണ്ണവുമാണ്. സോ 2/mn എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, 2 എന്ത് ചെയ്യാൻ പറ്റും, 3 × 3 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/6. 2/6 എന്ന് പറയുമ്പോൾ 2 × 2 4 × 2 8 × 2 16 × 2 32 × 2 yes 64. സോ എന്ത് കിട്ടിയടാ, നമുക്ക് റിലേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2/6 ദാറ്റ് ഈസ് 64 കിട്ടിയിട്ടുണ്ട്. സോ ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യണ്ടേ? സോ മറക്കണ്ട മക്കളെ, 5-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നമ്മുടെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ ഞാനും നിങ്ങളുടെ സ്വന്തം ഷാമിൽ സാറും വരുന്നുണ്ട്. എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടി ജോയിൻ ചെയ്യുക. സോ അടിപൊളിയാക്കാൻ നമുക്ക്, നല്ല കളറാക്കണ്ടേ, ഓണമല്ലേ വരുന്നേ, ഓണ സദ്യ തന്നെ വിളമ്പാൻ നമുക്ക് അല്ലേ. സെറ്റ് ആക്കാടാ. ബൈ.